സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് കപ്പിൾ വരെയാണ് ഇൻഫെർട്ടിലിറ്റി കുഞ്ഞായിട്ടുള്ള തന്നെ. മാക്സിമം സമയം കൊടുക്കുന്നത് ഫസ്റ്റ് ഇന്റർവ്യൂവിന്. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യും രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം. ആ പാറ്റേണിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും എന്താ പറ്റുക, മദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. ഓൾവേസ് ദ ഫസ്റ്റ് ഇന്റർവ്യൂ ഇസ് ദ ബെസ്റ്റ് ഇന്റർവ്യൂ. ആൻഡ് ഈ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ you are invariably likely to arrive just by talking to them at what may be the cause for infertility and what may be your solution. You have to spend time. അവരോട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കണം. ഞാൻ ഈ പറഞ്ഞ മാതിരി സെക്ഷൽ ഹിസ്റ്ററിയെ കുറിച്ച് ചോദിക്കണം, അവരുടെ സെക്ഷൽ ഹാബിറ്റ്സ്. നമുക്ക് അതിശയപ്പെട്ടു പോകും. അതായത് ഇത്രയും യൂട്യൂബ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഇതൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു പുരുഷനും സ്ത്രീ നമ്മൾ എങ്ങനെ വേണം എന്നുള്ളത് അറിയാത്ത ആൾക്കാർ ഈ ലോകത്തിൽ നിറച്ചു. എന്നാൽ അവർക്കത് ചോദിക്കാനുള്ള മടിയാവും. അത് ഭയങ്കരമാണ്. ആ ഹിസ്റ്ററി അവരിൽ നിന്ന് എടുക്കണം. കാരണം പലപ്പോഴും നമ്മൾ തെറ്റിപ്പോവും. ഞാൻ കണ്ടിട്ടുണ്ട് 4-5 IVF അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലും ശാരീരിക ബന്ധം ഇല്ലാണ്ടുള്ള ആൾക്കാർ, അതായത് നോർമൽ ഫിസിക്കൽ കോണ്ടാക്ട് ഒരു പ്രാവശ്യം പോലും ഇല്ലാണ്ട് കുറെ IUI, കുറെ IVF ഇതൊക്കെ കഴിഞ്ഞു. അപ്പൊ അവരെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ്. അതുപോലെ ചെറിയ കാര്യങ്ങൾ, അതായത് ഈ ഡിവൈസസിനോട് നമ്മൾ എത്ര എക്സ്പോഷർ ഉണ്ട്, ഉറക്കം. നമ്മൾ ഈ ഉറക്കത്തിനെ പറ്റിയിട്ടൊന്നും നമ്മൾ വിചാരിക്കും വന്ധ്യതയും ഈ കുട്ടികളില്ലാത്ത ഉറക്കമായിട്ട് എന്താ ബന്ധമുണ്ട്. ഇഫ് യു ഡോണ്ട് സ്ലീപ് വെൽ ഇറ്റ് എഫക്ട്സ് ദ ഹോർമോൺസ്, പീനിയൽ ഗ്ലാൻഡ്, മെൻസ്ട്രൽ സൈക്ലിസിറ്റി, ആർത്തവത്തിന്റെ ക്രമം തെറ്റും. ഇത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ഓവുലേഷൻ, അണ്ടോൽപാദനം ശരിക്കായിട്ടുണ്ടാവില്ല. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ, എത്ര ടൈം കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഉറക്കം ശരിയാണോ, കഴിക്കുന്ന ഭക്ഷണ രീതി എങ്ങനെയാണ്, വ്യായാമം, ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഫസ്റ്റ് ഇന്റർവ്യൂ പലപ്പോഴും നമുക്ക് ഒരു ഐഡിയ തരും എവിടെയായിരിക്കാം പ്രശ്നം എന്ന് പറഞ്ഞു എന്താണ്. പിന്നെ ഏറ്റവും വേണ്ടത് എക്സാമിനേഷൻ ആണ്, പരിശോധന. ഇന്നത്തെ കാലത്ത് ആ സ്കാനർ ഈ സ്കാനർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും മറന്നു പോണത് പേഷ്യന്റിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷന്മാരുടെ എക്സാമിനേഷൻ പലപ്പോഴും വിട്ടുപോകും. അത് മാൻഡേറ്ററി ആണ്. പുരുഷന്മാരുടെ അതെ, സ്ത്രീകൾക്കും അതെ. ബേസിക് പരിശോധന, അതിന് വലിയ ഇതൊന്നും ആവശ്യമില്ല. അവിടെ കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട്സ് കിട്ടും. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് സെമന്റെ കൗണ്ട് അതൊരു ഡോക്യുമെന്റ് ആണ്. പരിശോധന കഴിഞ്ഞാൽ സെമൻ കൗണ്ട്. പുരുഷന്മാർക്ക് ടെസ്റ്റുകൾ കുറവാണ്. സെമൻ കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടു, സപ്പോസ് ദർ ഇസ് സംതിങ് റോങ് വിത്ത് സെമൻ കൗണ്ട്, ഇറ്റ് ഈസ് ഓൺലി ദെൻ ദാറ്റ് വി ഹാവ് ടു പ്രൊസീഡ് വെരി മച്ച് ഫർദർ. അഥവാ നമ്മൾ നല്ല ഹിസ്റ്ററി എടുത്തിട്ട് അവർ നമ്മളുടെ ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും പ്രോബ്ലം ഇല്ല, സെമൻ കൗണ്ട് ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു മാർക്കറാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടാലാണ് പിന്നെ നമ്മൾ ഹോർമോൺസ് ചെക്ക് ചെയ്യാൻ പോകും, അങ്ങനെ ഫർദറായി. അതുപോലെ തന്നെ സ്ത്രീകൾക്കും അതെ. ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം, അതായത് പരിശോധിച്ചിട്ടും ചോദിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ സ്കാനിങ് അത്തരത്തിലുള്ള ടെസ്റ്റിലേക്കൊക്കെ പോകണം. ഞാൻ ഈ സംസാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇത് ഈ ഇത്രയും ബേസിക് കറക്റ്റായി ചെയ്തു അവരുടെ പ്രശ്നത്തിന് നമ്മളൊരു കൺസേൺ കാണിച്ചു എന്നുണ്ടാണെങ്കിൽ വളരെ വ്യത്യാസം വരും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കൃഷ്ണൻകുട്ടി സാറിന്റെ കൂടെയാണ്. കുറെ പേഷ്യൻസ് ഉണ്ട്, അവര് 13 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട്, 14 വർഷം കല്യാണം കഴിഞ്ഞിട്ട്, വെറും വന്ന 5 മിനിറ്റ് സാറിന്റെ അടുത്ത് സംസാരിച്ച് പോയി കഴിഞ്ഞിട്ട് അവിടെ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ ശരിയായിട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് തോന്നുന്നത് അത്ഭുതമാണ്. അതല്ല, ഇറ്റ്സ് ദ പവർ ഓഫ് ദ മൈൻഡ് ആൻഡ് ദ കോൺഫിഡൻസ്. നമ്മൾ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഈ ഒരു സംസാരത്തിന്റെയും ആ പേഷ്യന്റിന്, കാരണം ഇവര് കപ്പിൾ ബ്രോക്കൺ ഡൗൺ ആണ്. നമ്മൾ ആ തോട്ട് പ്രോസസ്സ് വരണം. ഒരു 5 വർഷം കുട്ടികളായില്ല എന്നെങ്കിൽ അവർക്ക് വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ട്രിമെൻഡസ് ആണ്. അവർ ബ്രോക്കൺ ഡൗൺ ആണ്. നമ്മൾ അവരുടെ സ്ഥാനത്ത് ഇരുന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. അതായത് അവരുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും അന്തരീക്ഷം, ആകെ ഇരുട്ട് പോലെ എങ്ങനെ. ഇപ്പൊക്കെ നമ്മുടെ വെർട്ടിക്കൽസ് അല്ലേ, ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരും, വൈഫ് ജോലി കഴിഞ്ഞ് വരും. അപ്പൊ രാത്രിയാകുമ്പോൾ രണ്ടുപേരും ക്ഷീണിച്ചിട്ടാണ്. ഇങ്ങനൊരു പ്രശ്നം കൂടി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ വേഗം കിടന്ന് ഉറങ്ങാനല്ലേ നോക്കുള്ളൂ. അതും സങ്കടപ്പെട്ടിട്ട് ഉറങ്ങാൻ നോക്കും. അപ്പൊ എന്താ പറ്റുക, ഉറക്കാൻ ശരിയാവില്ല. അപ്പൊ ഇതൊക്കെ ഒരു സീക്വൻസ്, ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് തിങ്സ്. സോ വി ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദിസ്. ആൻഡ് ദെൻ ആസ് വി ഗോ
ഓൺ ദ ജേർണി നമുക്ക് ഓരോരോ ടെസ്റ്റ് ആഡ് ചെയ്ത് വരും. അപ്പൊ ഇനീഷ്യലി നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതായത് ഇമോഷണൽ കണ്ടന്റ് കാരണവും ലൈഫ് സ്റ്റൈൽ കാരണമുള്ളവരൊക്കെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈബ്രോയിഡ് ഉണ്ട്. നമുക്ക് ഫോക്കസ് ഏരിയ കിട്ടും. സ്ത്രീകളുടെ മുകളിൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ പുരുഷന്റെ മുകളിൽ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റിന് ഞാൻ എപ്പോഴും പറയും ഇറ്റ്സ് എ സ്റ്റെപ്പ് ലാഡർ അപ്രോച്ച്. സ്റ്റെപ്പ് ലാഡർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു കോണി കയറുന്ന പോലെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം. അതാണ് എപ്പോഴും വിജയിക്കുക. പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, അതായത് അതിന് ഇന്ന സാധനത്തിന് ഇന്ന സൊല്യൂഷൻ. പറഞ്ഞ ഒരു പുരുഷന്റെ ബീജം ഇല്ല എന്നാണെങ്കിൽ അയാൾക്കൊരു സൊല്യൂഷൻ ആവും.